കാരണം 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ജസ്ലിയ ജോൺസൺ ആ പെൺകുട്ടിയെ കാറിടിച്ചു കൊന്ന കേസിലുള്ള ഒരു അപ്ഡേഷൻ. പ്രതി ഡോക്ടർ സിറിയക് ജോർജിന്റെ പിതാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യത്തിനായി പ്രതി കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. ഇനി പശ്ചിമേഷ്യയിലെ അശാന്തിയുടെ വാർത്തകളുണ്ട്. ഒപ്പം റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്ക താൽക്കാലിക അനുമതി നൽകുന്ന സാഹചര്യം. ഈ വാർത്തകളിലേക്കൊക്കെയാണ് വിശദമായി കടക്കുന്നത്. ഒപ്പം നമ്മുടെ സുഖോയ് വിമാനം തകർന്ന സാഹചര്യം കൂടി പരിശോധിക്കാം. ആദ്യം തലക്കെട്ട്. ജസ്ലിയ ജോൺസനെ കാറിടിച്ചു കൊന്ന കേസിൽ പ്രതിക്കായ അന്വേഷണം. ഡോക്ടർ സിറിയക് ഇപ്പോഴും ഒളിവിൽ. പ്രതിയുടെ പിതാവ് ജോർജ് മാത്യു അറസ്റ്റിൽ. മുൻകൂർ ജാമ്യം തേടി പ്രതി കോട്ടയം സെഷൻസ് കോടതിയിൽ. ഗൾഫ് മേഖലയിൽ ആക്രമണം കടുപ്പിച്ച ഇറാൻ. ബഹ്റൈനിൽ 2 ഹോട്ടലുകളിലും 1 ഫ്ളാറ്റിലും ഡ്രോൺ ആക്രമണം. ഖത്തറിൽ കനത്ത ജാഗ്രത. ദോഹയിൽ സ്ഫോടന ശബ്ദങ്ങൾ. കുവൈറ്റിലെ US എംബസി പ്രവർത്തനം നിർത്തി. അമേരിക്കയുടെ കരയുദ്ധത്തിന് കാത്തിരിക്കുന്നുവെന്ന് ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ. ഇറാന്റെ നാവിക വ്യോമസേനകളെ നിർവീര്യമാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ പച്ചക്കൊടി. എണ്ണ ഇറക്കുമതിക്ക് താൽക്കാലിക ലൈസൻസ് അനുവദിച്ച അമേരിക്ക. കാലാവധി ഏപ്രിൽ 4 വരെ. കാണാതായ ഇന്ത്യയുടെ സുഖോയ് യുദ്ധവിമാനത്തിനായി തെരച്ചിൽ തുടരുന്നു. റഡാറിൽ നിന്നും അപ്രത്യക്ഷമായത് രാത്രി 7:42 കർബി ആംഗ്ലോങ്ങിലെ നിലിപ് ബ്ലോക്കിൽ നിന്ന് സ്ഫോടന ശബ്ദം കേട്ടുവെന്ന് പ്രദേശവാസികൾ. തകർന്ന വിമാനത്തിന്റേതെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ദൃശ്യങ്ങൾ. ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ശിക്ഷ റദ്ദാക്കണമെന്ന ഹർജി. ആന്റണി രാജുവിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷകൾ ഇന്നു മുതൽ. 5 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക്. മാർച്ച് 28-ന് അവസാന പരീക്ഷ. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് തിരുവനന്തപുരത്ത്. രാഹുൽ എത്തുന്നത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പം. കൊല്ലത്ത് ശിവഗിരി മഠത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കും. നാളെ സമാപിക്കുന്ന പുതുയാത്രയുടെ സമ്മേളനത്തിൽ മുഖ്യാതിഥി. T20 ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ. സെമിയിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 7 റൺസിന്. ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ നൽകിയത് സഞ്ജുവിന്റെ പ്രകടനം. 9 വാർത്തയിലേക്ക് വിശദമായി നോക്കുമ്പോൾ ആദ്യം നമ്മൾ എടവനക്കാട് സ്വദേശി ജസ്ലിയ ജോൺസനെ കാറടിപ്പിച്ചു കൊന്ന ആ കേസിലേക്ക് പോവുകയാണ്. അതിൽ പ്രതി ഡോക്ടർ സിറിയക് ജോർജിനെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് പിതാവ് ജോർജ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തത്. മുൻകൂർ ജാമ്യം തേടി പ്രതി സിറിയക് കോട്ടയം സെഷൻസ് കോടതിയും സമീപിച്ചിട്ടുണ്ട്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, ഈ പിതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം അത് RC ഓണർ എന്നുള്ള മട്ടിൽ മാത്രമാണ്. എൽദോ, അതുമാത്രമല്ല, പ്രതിയായിട്ടുള്ള സിറിയക് ജോർജിനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് അച്ഛൻ ജോർജ് മാത്യു ആണെന്ന് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയം അതിരമ്പുഴയിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. ഉടനെ തന്നെ പിതാവിനെ ഫോണിൽ ബന്ധപ്പെട്ടതിന് ശേഷം അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ വരാനായി ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പിതാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. സ്റ്റേഷനിലെത്തിയ പിതാവിനെ വിശദമായി ചോദ്യം ചെയ്തു. അതോടൊപ്പം തന്നെ പിതാവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നുമാണ് പ്രതിയായിട്ടുള്ള സിറിയക്കിനെ ഒളിവിൽ പോകുവാൻ സഹായിച്ചത് അച്ഛനാണെന്ന് മനസ്സിലാകുകയും ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി അച്ഛൻ ജോർജ് മാത്യുവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ഉച്ചയ്ക്ക് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാനായി സാധിച്ചത്. ഇന്നലെയും കുടുംബം വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിന് ഇഴഞ്ഞു നീക്കൽ, ആരെ സഹായിക്കാനാണ് പോലീസ് ഇത്തരത്തിൽ തന്റെ മകൾക്ക് നീതി ലഭിക്കാത്തത് എന്നീ ചോദ്യങ്ങളായിരുന്നു കുടുംബം പ്രധാനമായും ചോദിച്ചത്.
പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം ഇതിൽ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലം MP-യും MLA-യും എല്ലാം ഇടപെട്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വേഗതയിലുള്ളൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് അച്ഛൻ ജോർജ് മാത്യുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജോർജ് മാത്യുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും പ്രതി സിറിയക്ക് എവിടെയുണ്ട് എന്നുള്ള കൃത്യമായുള്ള സൂചനകളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ച സിറിയക്കിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം സെഷൻസ് കോടതി പരിഗണിക്കുന്ന സാഹചര്യമായതിനാൽ ചിലപ്പോൾ ഇനി കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് ശേഷമായിരിക്കും അറസ്റ്റിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോടതിയിൽ പോലീസ് നൽകുന്ന റിപ്പോർട്ട് സിറിയക്കിന് ജാമ്യം നൽകരുത്, മുൻകൂർ ജാമ്യം നൽകരുത് എന്നത് തന്നെയായിരിക്കും. ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും പോലീസ് കോടതിയിൽ സമർപ്പിക്കുക, കോട്ടയം സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എടവനക്കാട് സ്വദേശിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധം തന്നെയായിരുന്നു കോളേജിന്റെ ഭാഗത്തു നിന്നും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുമൊക്കെ വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 6ാം ദിവസവും സിറിയക്ക് ഒളിവിലായിരിക്കുന്നു. പക്ഷേ പിതാവിനെയാണ് ഇപ്പോൾ അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എൽദോ നോമി, ഈ കുടുംബം ആ പെൺകുട്ടിക്ക് നീതി വേണമെന്നുള്ള അഭ്യർത്ഥനയുമായി ഇന്നലെ തന്നെ എത്തിയിരുന്നു. സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവരും ഒരേ സ്വരത്തിൽ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ പ്രതിയെ കണ്ടെത്താത്തതിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണല്ലോ ഇപ്പോൾ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇനി പിതാവിനെയും ഈ കേസിൽ പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ടോ? ഇനി ഇയാൾ കേരളം വിട്ടുപോയി എന്നുള്ള സൂചന നൽകുന്നുണ്ടോ ഈ അന്വേഷണ സംഘം? അന്വേഷണ സംഘം വ്യക്തമാക്കുന്നതനുസരിച്ച് പിതാവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും സിറിയക്ക് എവിടെയാണ് എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതിനാലായിരിക്കും പോലീസ് ചിലപ്പോൾ അറസ്റ്റിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയും കുറവാണ്. എന്തായാലും തിങ്കളാഴ്ച ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കാം, അല്ലെങ്കിൽ കോടതിയുടെ ഒരു വിധി വന്നതിന് ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനായിരിക്കും കോടതിയുടെ തീരുമാനം. പക്ഷേ സിറിയക്ക് എവിടെയുണ്ട് എന്നതിൽ പോലീസ് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്തിയിട്ടുമുണ്ട്, സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അച്ഛനെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അടുത്ത നീക്കം ഇനി സിറിയക്കിന്റെ അറസ്റ്റിലേക്ക് തന്നെയാണോ എന്നതിൽ നമ്മൾ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും പോലീസ് അച്ഛന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിരൂക്ഷമായിട്ടൊരു വിമർശനം തന്നെയായിരുന്നു പോലീസിനെതിരെ ഉന്നയിച്ചത്. ഈ പ്രതിയായിട്ടുള്ള സിറിയക്ക് ഒരു ഡോക്ടറാണ്, ഹൗസ് സർജനാണ്. അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക പിൻബലമുള്ളൊരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണോ തൻ്റെ മകൾക്ക് നീതി ലഭിക്കാത്തത്, തൻ്റെ മകളുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ആളെ പിടികൂടാൻ പോലീസ് വൈകുന്നത് ഇതുകൊണ്ടാണോ എന്നൊരു ചോദ്യമായിരുന്നു കുടുംബം ഉന്നയിച്ചത്. വലിയ പ്രതിഷേധം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബത്തിൻ്റെയും ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആദ്യം തന്നെ കുടുംബം ആരോപിക്കുന്നത് ഇതൊരു അവയവദാനം കൂടി നടന്നതുകൊണ്ട്, തൻ്റെ മകളുടെ അവയവം ദാനം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത വലിയ വാർത്താ പ്രാധാന്യം നേടിയത്, ആളുകൾ ഇത് ശ്രദ്ധിച്ചത്. മറിച്ചായിരുന്നെങ്കിൽ തൻ്റെ മകളുടെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ മകളുടെ മരണത്തിന് കാരണക്കാരനായവരെ പോലീസ് സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരിക്കും. ആദ്യം തന്നെ ഈ അപകടം നടന്നതിന് ശേഷം പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടി കുട്ടിയുടെ ബന്ധുക്കൾ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നും, പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒട്ടും രസകരമായിട്ടുള്ള രീതിയിലായിരുന്നില്ല പെരുമാറ്റം. അവരുടെ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. ഈ വാഹനത്തിന്റെ അടക്കം ഫോട്ടോ എടുക്കുവാനോ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയിട്ടോ ഒന്നും തന്നെ പോലീസ് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകിയില്ല. പിന്നീട് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് തുടർ നീക്കങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനൊക്കെ പോലീസ് തീരുമാനിച്ചത്. അതിനപ്പുറത്തേക്ക് ഇതുവരേക്കും പോലീസ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നതുപോലും മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അതിനപ്പുറത്തേക്ക് തങ്ങളെ വന്ന് മൊഴിയെടുക്കുവാനോ വിശദാംശങ്ങൾ ചോദിച്ചറിയാനോ ഒന്നും തന്നെ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് തന്നെ ഇന്നലെ കുടുംബം ആരോപിച്ചിരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധവും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഉണ്ടായതിന് പിന്നാലെ തന്നെയാണ് പോലീസ് സിറിയക്കിന്റെ അച്ഛൻ ജോർജ് മാത്യുവിനെ അറസ്റ്റിലേക്ക് വരെ കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അച്ഛന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നുമാണ് സിറിയക്കിന് ഒളിവിൽ പോകുവാൻ സഹായങ്ങൾ നൽകിയെന്നത് മനസ്സിലായത്. അങ്ങനെ പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജോർജ് മാത്യുവിന്റെ അറസ്റ്റ്. എന്തായാലും കേസിൽ ജോർജ് മാത്യുവിനെയും
പ്രതി ചേർക്കാനാണ് സാധ്യത. ഒരു ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർ തന്നെ ജീവൻ എടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വന്നപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി. കുടുംബം പറയുന്നത് അങ്ങനെ ഒരു സംഭവിച്ചു, ഒരു അപകടമാണ്, അത് നിർത്തി തൻ്റെ മകളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ ഒരു ഡോക്ടർ എന്ന നിലയിൽ കൂടി. കൂടുതൽ ഉത്തരവാദിത്വം സിറിയക്കിനില്ലേ എന്ന ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് പ്രതിഷേധത്തിനും കാരണവും. ശരി, എന്തായാലും പ്രതി സിറിയക്കിന്റെ പിതാവിനെയും ഇപ്പോൾ പ്രതി ചേർക്കാനുള്ള സാധ്യതയാണ് നവമി പറയുന്നത്. എന്താണെങ്കിലും അയാൾ അറസ്റ്റിലായിട്ടുണ്ട്. പ്രതിയുടെ പിതാവ് ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നുള്ള കാര്യം കൂടി കണക്കിലെടുത്താണ് ഈ അറസ്റ്റ്. ഗൾഫിൽ ഇറാന്റെ ആക്രമണം രൂക്ഷം. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം ശക്തമാക്കുകയാണ്. ബഹ്റൈനിൽ 2 ഹോട്ടലുകളിലും 1 ഫ്ളാറ്റിലും ആക്രമണമുണ്ടായി. ഖത്തറിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ജനങ്ങളോട് കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ തുടരാനാണ് നിർദ്ദേശം. ദോഹയിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ കുവൈറ്റിലെ US എംബസിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. സൗദി അറേബ്യ 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നശിപ്പിച്ചത്. US കരയുദ്ധം ആരംഭിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് ഇറാനിയൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ അലി ലാരിജാനി പറഞ്ഞത്. ഇതിനിടെ ഇറാന്റെ നേവിയെയും വ്യോമസേനയെയും പൂർണ്ണമായും തകർത്തുവെന്ന അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. The United States military, together with the wonderful Israeli partners, continues to totally demolish the enemy far ahead of schedule and at levels that people have never seen before, actually. We're destroying more of Iran's missiles and drone capability every single hour, knocking them out like nobody thought was possible. Their navy is gone. 24 ships in 3 days. That's a lot of ships. Their anti-aircraft weapons are gone, so they have no air force, they have no air defense. All of their airplanes are gone. Their communications are gone. Missiles are gone, launches are gone, about 60% and 64% respectively. Other than that, they're doing quite well. I said, what's left? But they're tough and they want to fight. And they're calling, they're saying, how do we make a deal? I said, you're being a little bit late. And we want to fight now more than they do. And I'm once again calling on all members of the Iranian Revolutionary Guard, the military and the police, to lay down their arms. They're only going to be killed. And now is the time to stand up for the Iranian people and help take back your country. You're going to have a chance after all these years to take back your country. Accept immunity. We'll give you immunity. And we'll be giving you really the right side of history, because that's what it is. So you'll be perfectly safe with total immunity, or you'll face absolutely guaranteed death, and I don't want to see that. ഇറാനിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് അമേരിക്ക പറയുന്നത്. അജയ് സുധാബിജു അതിന് കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ അവിടെ ചെറുത്തുനിൽപ്പ് മറ്റൊരു തരത്തിൽ നീക്കുകയാണ്. ഗൾഫ് മേഖലകളിൽ അല്ലെങ്കിൽ US ക്യാമ്പുകളുള്ള ഇടങ്ങളിൽ ആക്രമണം നടത്തുന്നു. പക്ഷേ അമേരിക്ക പറയുന്നു വ്യോമസേനയും നാവികസേനയും പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ സാഹചര്യത്തിലാണ് ഇറാൻ ഉള്ളത് എന്ന്. എന്താണ് യഥാർത്ഥ സാഹചര്യം? രാജ്യാന്തര മാധ്യമങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു? എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ US ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം അത് ഇറാൻ ഒന്നുകൂടി കടുപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി ദോഹയിലുള്ള അൽ ഉബൈദ് എയർബേസിലേക്ക് അവർ ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തിയിരുന്നു. ഇത് ഖത്തറിൻ്റെ ഔദ്യോഗിക ഡിഫൻസ് മന്ത്രാലയം ഇത് തകർത്തതായിട്ട് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലും കനത്ത ജാഗ്രത തന്നെയാണ് തുടരുന്നത്. നിരവധി ബോംബ് ശബ്ദങ്ങൾ ഉൾപ്പെടെ കുവൈറ്റിൽ കേട്ടിരുന്നു. ഇതിനെ തുടർന്ന് ജനങ്ങൾ
ബേസുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആരും പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ സൗദി അറേബ്യ 3 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതായിട്ട് വിവരം നൽകിയിരുന്നു. ഇപ്പോൾ ഒരു ഇറാന്റെ ക്രൂയിസ് മിസൈൽ കൂടി അവർ തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാന് പുറമെ മറ്റ് ചില സായുധ ഗ്രൂപ്പുകൾ, അതായത് ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സായുധ ഗ്രൂപ്പുകൾ കൂടി US സേനയ്ക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. അതായത് ഇറാഖിലുള്ള ഒരു സായുധ ഗ്രൂപ്പായിട്ടുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് പറയുന്നത് അവർ ഈ മിഡിൽ ഈസ്റ്റിലുള്ള മൊത്തം 27 അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ്. ഇതിൽ കുറച്ചൊക്കെ ഇറാനുള്ളിൽ തന്നെയുള്ള ഇറാഖിനകത്ത് തന്നെയുള്ള മിലിറ്ററി ബേസുകളാണ്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള മിലിറ്ററി ബേസുകൾക്ക് നേരെയും ആക്രമണം നടത്തിയതായിട്ടാണ് ഈ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഫോഴ്സ് അറിയിക്കുന്നത്. ഇത് ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സായുധ ഗ്രൂപ്പാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അതും കടുത്ത രീതിയിൽ തന്നെ തുടരുകയാണ്. ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലകളിൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ബെയ്റൂട്ടിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ തുടർച്ചയായി തന്നെ കേൾക്കുന്നുണ്ട്. ലെബനന്റെ തെക്കൻ പ്രദേശത്തെ ഗ്രാമങ്ങളിലും ആക്രമണം രൂക്ഷം തന്നെയാണ്. ഇതിനിടെ ഈ ലെബനനിലുള്ള ഹെസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലിനെതിരെ വീണ്ടും കടുത്ത ഭാഷയിലുള്ള ഒരു ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് വടക്കൻ ഇസ്രായേലിലുള്ള ജനങ്ങൾ എത്രയും വേഗം തങ്ങളുടെ വാസസ്ഥലങ്ങൾ ഉപേക്ഷിച്ച് പോകണം എന്നതാണ് ഹെസ്ബുള്ള നൽകുന്ന ഒരു നിർദ്ദേശം. ഈ ലെബനൻ അതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനങ്ങളോട് ഒഴിയാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹീബ്രു ഭാഷയിലായിരുന്നു ഈ ഒരു അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇസ്രായേൽ ലെബനനകത്ത് നടത്തുന്ന ആക്രമണങ്ങൾ അത് തീർത്തും മാരകവും ഞങ്ങളുടെ ജനങ്ങളെ നശിപ്പിക്കുന്നതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ മറുപടി അത് ഇസ്രായേലിന് നൽകും എന്നതാണ് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് അവകാശപ്പെടുന്നത്. ഇത് കാരണമാണ് ഇസ്രായേലിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ, അതും അതിർത്തി പ്രദേശത്ത് നിന്ന് 5 കിലോമീറ്റർ പരിധിയിലുള്ള ജനങ്ങളോട് ഒഴിയാൻ ഈ ഹീബ്രു ഭാഷയിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇസ്രായേൽ നിലവിൽ അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളടക്കം സ്വീകരിച്ചു വരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലെബനനിലുള്ള മരണസംഖ്യയും ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. 123 പേർ ഇതിനോടകം മരിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. 600-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒരുപാട് വിഷമത്തോടെ കേട്ടതാണ് മിനാബിലുള്ള 165 പെൺകുട്ടികളുടെ മരണത്തിനിടയായ ഒരു സ്കൂളിലേക്ക് നടന്ന മിസൈൽ ആക്രമണം. ഈ മിസൈൽ ആക്രമണം നടത്തിയത് US ആണ് എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വിവരം പുറത്തുവിട്ടത് മറ്റാരുമല്ല, US മിലിറ്ററിയുടെ ഒരു അന്വേഷണ വിഭാഗമാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. അതായത് US-ന്റെ മിസൈൽ പതിച്ചാണ് ഈ സ്കൂൾ തകർന്നതെന്ന് സംശയിക്കപ്പെടുന്നുവെന്ന് US-ന്റെ മിലിറ്ററി വിഭാഗം തന്നെ പുറത്തുവിട്ട ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും വിഷമമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം അത് ഏറെക്കുറെ പൂർണ്ണമായിട്ടും നിലച്ച ഘട്ടത്തിലായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ചൈന ഇറാനുമായിട്ട് ഒരു ചർച്ച നടത്തുകയാണ്. അതായത് ഹോർമുസ് കടലെടുക്ക് വഴി ഒരു ഭാഗികമായിട്ടെങ്കിലും കപ്പലുകളെ കടത്തിവിടണം, ഇതുവഴിയുള്ള ഈ ഓയിൽ റിക്രൂട്ട്മെൻറ്റ് അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കണം എന്നും ചൈന ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇറാൻ്റെ പ്രതികരണം എന്താകുമെന്ന് നിലവിൽ നമുക്ക് അറിയില്ല. എന്ത് സമീപനം സ്വീകരിച്ചു എന്ന് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടില്ല. ചൈന എന്തായാലും ഇത്തരമൊരു ചർച്ച ഇറാനുമായിട്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കും ഒരു ആശ്വാസകരം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമനയുടെ പിന്തുടർച്ചാവകാശിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇറാനിൽ അടുത്ത ഘട്ട ചർച്ചകൾ ആരംഭിച്ചു എന്നും വിവരമുണ്ട്. പ്രസിഡന്റ് മസൂഷ് പെസഷ്കിയാൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം ചർച്ചകൾ ആരംഭിച്ചത്. അസംബ്ലി ഓഫ് എക്സ്പേർട്സിനെ, അതായത് 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സിനെ വിളിച്ചു ചേർത്ത് പുതിയ ഈ താൽക്കാലിക ഭരണകൂടത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ പുതിയ പിന്തുടർച്ച അവകാശിയെ തിരഞ്ഞെടുക്കും എന്നതാണ് ഈ 4ാം ഘട്ട ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. നേരത്തെ 3 ഘട്ട ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്കായി നേതൃത്വം കൂടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാരം എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. നേരത്തെ 2 ദിവസം മുൻപേ അതിൻ്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ ടെഹ്റാനിൽ വെച്ച് തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. നിലവിൽ അത്തരം വിവരങ്ങൾ
വിവരങ്ങളൊന്നുമില്ല. ടെഹ്റാനിൽ ഇപ്പോഴും ആക്രമണം രൂക്ഷം തന്നെയാണ്. സ്ഫോടന ശബ്ദങ്ങൾ ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. മിസൈൽ ആക്രമണം, അത് ടെഹ്റാനിലേക്ക് അടുത്ത ഘട്ട മിസൈൽ ആക്രമണം ആരംഭിച്ചതായിട്ട് ഇസ്രായേൽ ഇതിനോടകം തന്നെ വിവരം നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇറാന്റെ പല മേഖലകളിലും സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇസ്രായേലും US-ഉം ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. US-ന്റെ സെൻട്രൽ കമാൻഡർ അവകാശപ്പെടുന്നത് 72 മണിക്കൂറിനിടെ ഇറാനുള്ളിലെ 200 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായിട്ടാണ്. അതുപോലെ തന്നെ US ആർമി അവകാശപ്പെടുന്നത് ഇറാന്റെ 30 നേവൽ ഷിപ്പുകളെ തകർത്തു എന്നതാണ്. പല ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. അവരുടെ ഡ്രോൺ കാരിയറുകൾ ഉൾപ്പെടെ തകർന്ന് പോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പല ഇറാന്റെ നിരവധി യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ ഫൈറ്റർ ഡ്രോണുകളും തകർത്തതായിട്ടും നിലവിൽ സൂചനകളുണ്ട്. എന്തായാലും ശക്തമായിട്ട് തന്നെ ഇത്തരം ഒരു ആക്രമണങ്ങൾ അത് കടുത്ത രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് US-ന് കൂടി സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമേ ഇറാനിൽ അടുത്ത പിന്തുടർച്ച അവകാശിയായിട്ട് വരാനായി അനുവദിക്കുകയുള്ളൂ. ഒരിക്കലും മുജിത്തബ ഖമനയുടെ മകനായിട്ടുള്ള അദ്ദേഹം ഒരിക്കലും ഇറാന്റെ പുതിയ നേതാവാകുന്നത് അനുചിതമാകില്ല എന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ നേവൽ സംവിധാനങ്ങളും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണമായിട്ടും നശിപ്പിച്ചതായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. നിരവധി സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതായിട്ടും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എത്രയും വേഗം IRGCയുടെ സേനാംഗങ്ങളോട് കീഴടങ്ങാൻ ട്രംപ് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കീഴടങ്ങിയാൽ ഇവർക്ക് ജീവനെങ്കിലും തിരിച്ചു കിട്ടും എന്നതാണ് ട്രംപിൻ്റെ ഒരു കടുത്ത ഒരു ഭീഷണി എന്ന് പറയുന്നത്. എന്തായാലും സംഘർഷം അതിരൂക്ഷമായി തന്നെ ഇപ്പോഴും പശ്ചിമേഷ്യയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അജയ്, ഉറപ്പായിട്ടും അവിടെ വലിയ തോതിൽ സംഘർഷം അത് തുടരുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് US എന്നുള്ളത് കൂടിയാണ്. ഇനി അജയ് സൂചിപ്പിച്ചതുപോലെ സംഘർഷം അവിടെ തുടരുമ്പോൾ ഈ ജനങ്ങളെ മോചിപ്പിക്കാൻ എന്ന് പറയുന്ന ഈ യുദ്ധം അവിടെ ഏതാണ്ട് 2000-നടുത്ത് ആളുകളുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നാണ്. ഇതിനിടയിൽ ഇസ്രായേൽ അവിടെ ബെയ്റൂട്ടിലേക്കുള്ള ആക്രമണം ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതിൻ്റെ വിവരങ്ങൾ കൂടി പങ്കുവെക്കണം. മരണത്തിൻ്റെ സാഹചര്യം, മരണനിരക്ക് എത്രത്തോളം ഉയർന്നു എന്നുള്ളത്. ഇന്ന് ഒരു ഡ്രോൺ കാരിയർ തകർത്തിട്ടുണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന്. ഇറാന്റെ ഡ്രോൺ കാരിയർ അമേരിക്ക തകർത്തിട്ടുണ്ട്. ആ വിവരങ്ങൾ കൂടി പങ്കുവെക്കണം. ഇപ്പോൾ ലെബനനിലുള്ള ആക്രമണം, അത് അടുത്ത ഘട്ട ആക്രമണം കൂടി ഇസ്രായേൽ ആരംഭിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ആദ്യം ലെബനൻ ഈ ആക്രമണത്തിൻ്റെ ചിത്രത്തിൽ ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇപ്പോൾ അവിടെ കൂടി സംഘർഷം വ്യാപിച്ചിട്ടുണ്ട്. അതും വളരെ കടുത്ത രീതിയിൽ തന്നെ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇതിനോടകം തന്നെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു, ലെബനനിൽ ആക്രമണം നടത്തരുത്, അവിടെയുള്ള സംഘർഷം ഒഴിവാക്കണമെന്ന് ഫ്രാൻസ് ഇതിനോടകം ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കയും ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഫ്രാൻസ് തങ്ങളുടെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ തന്നെയാണ് അവർ പിന്തുണയ്ക്കുന്ന ഇസ്രായേലിനോട് ഫ്രാൻസ് ഇത്തരത്തിൽ ലെബനനിൽ ആക്രമണം നടത്തരുത് എന്നൊരു ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ലെബനനിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ രൂക്ഷം തന്നെയാണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മരണസംഖ്യ ഇതിനോടകം തന്നെ 123 കടന്നു. അതുപോലെ തന്നെ 683 പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഹെസ്ബുള്ള ഗ്രൂപ്പ് അടുത്ത ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അവർ ഇതിനു മുൻപേ പല റോക്കറ്റ് ആക്രമണങ്ങളായിട്ടും അതുപോലെ തന്നെ മറ്റ് പല രീതികളിലൂടെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താനായിട്ട് ശ്രമിച്ചിരുന്നു. ഇവരുടെ പല മിസൈലുകളും റോക്കറ്റുകളും തകർത്തതായിട്ട് ഇസ്രായേൽ മിലിറ്ററി പിന്നീട് പ്രസ്താവന ഇറക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതിൻ്റെ പ്രതിരോധമായിട്ടാണ് ഇത്തരത്തിൽ മിസൈൽ ആക്രമണം ഹെസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന്, ഇറാന് പുറമെ ഹെസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുണ്ടായതോടുകൂടിയാണ് ഈ ലെബനനിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ നിർബന്ധിതമായത്. ഇപ്പോഴും ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ബെയ്റൂട്ടിൽ ഇപ്പോൾ സ്ഫോടന ശബ്ദങ്ങളും നിരവധി ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള സൂചനകളുമുണ്ട്. തെക്കൻ ലെബനനിലുള്ള പല ഗ്രാമങ്ങളും അതുപോലെ തന്നെ ചെറു പട്ടണങ്ങളും ഇതിനോടകം തന്നെ ആക്രമണ വിധേയമായിട്ടുണ്ട്. പല സ്ഥലങ്ങളും ഇസ്രായേലിൻ്റെ ഒരു വരുതിയിലായതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹിസ്ബുള്ള വീണ്ടും ഒരു ഭീഷണി ഉയർത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലകളിൽ ആക്രമണം നടത്തും, അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് അറിയിപ്പ് നൽകിയതും
ഇതോടെയാണ്. ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് കനത്ത നാശനഷ്ടം തന്നെ സംഭവിച്ചു. അവർക്ക് തിരിച്ചടിക്കാനുള്ള ശേഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് US വ്യക്തമാക്കുന്നത്. അതിൻ്റെ ചില സൂചനകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതും. അതായത് അവർ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണത്തിൻ്റെ തോത് ഒന്ന് കുറച്ചിരുന്നു. ഇപ്പോൾ ദോഹയിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടന്നിട്ട് വളരെ സമയങ്ങൾ ആക്രമണം നടക്കാതെ എല്ലാം ശാന്തമായി പോയി. ഖത്തർ, കുവൈറ്റ് എല്ലായിടത്തും ഒരു ശാന്തത നിലനിന്നിരുന്നു. എന്നാൽ പിന്നീട് വളരെ സമയത്തെ ഒരു ഗ്യാപ്പിന് ശേഷം അവർ വീണ്ടും ഇറാൻ ആക്രമണം നടത്തുകയായിരുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളും മിസൈലുകൾ അടക്കം ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. ദോഹയിലെ US എയർബേസ് ലക്ഷ്യമാക്കി വന്ന ഡ്രോൺ തകർത്തതായിട്ട് ഖത്തർ അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ അബുദാബി അവർ 2 ബാലിസ്റ്റിക് മിസൈലുകളും ഒരു ക്രൂയിസ് മിസൈലും തകർത്തതായിട്ടുള്ള പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മേഖലയിൽ മൊത്തത്തിലൊരു സംഘർഷ സാധ്യത ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബഹ്റൈൻ്റെ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ 3 സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നിട്ടുള്ളത്. 2 ഹോട്ടലുകളിലും അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റിലും ആക്രമണം നടന്നു. ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിൽ ആളപായം ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ആശ്വാസജനകമായിട്ടുള്ള കാര്യമാണ്. അസർബൈജാനിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു. ഇതോടുകൂടി അസർബൈജാനും കൂടി ഈ ചിത്രത്തിലേക്ക് കടന്നു വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഉൾപ്പെടെ അസർബൈജാന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അസർബൈജാനിലേക്ക് നടന്ന ആക്രമണം അത് ദാരുണമാണ്, ഇതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ പ്രസ്താവന ഇറക്കിയിരുന്നു. അസർബൈജാൻ പറഞ്ഞത് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുമെന്നാണ്. എന്നാൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇറാൻ ഒരിക്കലും ഇത്തരമൊരു ആക്രമണം നടത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഇത് അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു തങ്ങളുടെ ആക്രമണം. ശത്രുക്കളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം, ഒരിക്കലും അസർബൈജാനെ ലക്ഷ്യമാക്കിയിരുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും അസർബൈജാനിൽ കൂടി ഈ ആക്രമണം നിലവിൽ നടന്നിട്ടുണ്ട് എന്നത് ഒരു വാസ്തവമാണ്. ഇറാൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ നേതാവായിട്ടുള്ള അലി ലാരിജാനി പറയുന്നത് അമേരിക്ക കരയുദ്ധം നടത്താനായി തങ്ങൾ കാത്തിരിക്കുന്നു എന്നതാണ്. അതായത് കരയുദ്ധം നടന്നാൽ US-ന് തക്കതായിട്ടുള്ള ഒരു തിരിച്ചടി നൽകുമെന്നതാണ് ഇറാൻ്റെ ഒരു ആത്മവിശ്വാസം. എന്തായാലും നിലവിൽ തന്നെ ഒരുപാട് US കേന്ദ്രങ്ങൾക്ക്, US ബേസുകൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. 4 US സൈനികർക്ക് ഇതിനോടകം തന്നെ ജീവൻ നഷ്ടമായതായിട്ടാണ് US ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇനി കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ US-ന് കനത്ത രീതിയിലുള്ള ഒരു തിരിച്ചടികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ്റെ ഭൂപ്രകൃതി, മരുഭൂമികളും മലകളും ഉൾപ്പെടെയുള്ള ഇറാൻ്റെ ഭൂപ്രകൃതിയിലേക്ക് US-ലെ സൈനികർക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്തുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അവിടെ തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ലഭിക്കുക IRGCക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ US സൈനികരുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് ഇത്തരമൊരു നീക്കം നടത്താൻ US ചിലപ്പോൾ തയ്യാറാകില്ലായിരിക്കും. എന്നാൽ ഇത്തരമൊരു നീക്കം നടത്തിയാൽ മാത്രമേ ഇറാനുള്ളിൽ US ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനും സാധിക്കൂ. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ എന്താകും അമേരിക്കയുടെ തീരുമാനം എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തേതുപോലെ കുറച്ചു ദിവസം യുദ്ധം നടത്തി പിന്നീട് സ്വയം വിജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയും പലരും കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ ഒരു പ്രസൻസ് ആണ് ഇവിടെ നിർണായകം. കഴിഞ്ഞ വർഷം അവർക്ക് ആയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന നിർണായകമായിട്ടുള്ള ഒരു ശക്തി ഇറാൻ്റെ പിന്നിലുണ്ടായിരുന്നു. യുദ്ധം ആരംഭിക്കാനും നിർത്താനുമെല്ലാം അദ്ദേഹത്തിൻ്റെ കമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആയത്തുള്ള അലി ഖമനയെ US-ഉം ഇസ്രായേലും ചേർന്ന് കൊലപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അവരുടെ പരമോന്നത നേതാവിനെ നഷ്ടമായിട്ടുള്ള ഒരു സേന, ഒരു രാജ്യമെന്നുള്ള നിലയിൽ അവർ ഇപ്പോൾ US-ഉം ഇസ്രായേലും ആക്രമണം നിർത്തിയാലും അവർ നിർത്താൻ തയ്യാറാകുമോ എന്നത് ഇവിടെ തീർച്ചയായിട്ടും ഒരു ചോദ്യമാണ്. ഇറാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് US-ഉമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നതാണ്. ഇങ്ങനെ ഇറാൻ തുടർച്ചയായി പ്രകോപനങ്ങൾ തുടർന്നാൽ അത് വലിയൊരു അപകടത്തിലേക്കായിരിക്കും ആഗോള വിപണിയെയും അതുപോലെ തന്നെ പശ്ചിമേഷ്യയും നയിക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും അജയ് സുധ അഭിജുവാണ് വിവരങ്ങൾ നൽകിയത് വിശദമായി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ പച്ചക്കൊടി. റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് അമേരിക്ക താൽക്കാലിക ലൈസൻസ് അനുവദിച്ചു. മാർച്ച് 5-ന് മുൻപ് കപ്പൽ ടാങ്കറുകളിലേക്ക് മാറ്റിയ എണ്ണയ്ക്കാണ് ഈ ലൈസൻസ് ബാധകമാവുക. താൽക്കാലിക ലൈസൻസ് കാലാവധി ഏപ്രിൽ 4-ാം തീയതി അവസാനിക്കും. VR കാർത്തിക് കൂടുതൽ വിവരങ്ങൾ നൽകും. കാർത്തിക്, ഈ പശ്ചിമേഷ്യയിൽ അവിടെ ഹോർമുസ് കടലിടുക്കിൽ വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ആണോ ഈ ഒരു ഇളവ് നൽകാനുള്ള ശ്രമം? മാത്രമല്ല അത് ഇന്ത്യക്ക് ആശ്വാസമല്ലേ? തീർച്ചയായും എൽദോ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ US
ഇന്ത്യക്ക് താൽക്കാലിക ലൈസൻസ് അനുവദിച്ചിരിക്കുന്നു. 30 ദിവസത്തേക്കാണ് ഈ ലൈസൻസിൻ്റെ കാലാവധി. മാർച്ച് 5-ന് മുമ്പ് റഷ്യയുടെ വിവിധ ടാങ്കറുകളിലേക്ക് മാറ്റിയ എണ്ണ വ്യാപാരം നടത്താനാണ് അനുമതി. ഏപ്രിൽ 4 വരെയാണ് ഈ ലൈസൻസിന് അനുമതി ഉള്ളത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളതും. ഈ ഘട്ടത്തിൽ, അതായത് യുദ്ധം അതിൻ്റെ രൂക്ഷമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു ഇളവ് US-ൻ്റെ ഭാഗത്ത് നിന്ന് അനുവദിക്കുന്നത് ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ US-നും ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ ഒരുപക്ഷെ സൃഷ്ടിക്കാവുന്ന ആഗോള ഊർജ പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി കൂടി വേണം ഇതിനെ കാണാൻ. അതായത് 2 കാര്യങ്ങളാണ്. US ഇത്തരത്തിൽ നേരത്തെ സമ്മർദ്ദ തന്ത്രത്തിലൂടെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് പിഴത്തീരുവ് ഉൾപ്പെടെ ചുമത്തി ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി കുറയ്ക്കാനുള്ള ഒരു പ്രധാന കാരണം. എന്നാൽ ഈ ഘട്ടത്തിൽ US ഇത്തരമൊരു ഇളവ് അനുവദിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ യുദ്ധ സാഹചര്യം കൂടി കണക്കിലെടുത്താണ്. മറ്റൊന്ന്, ഇന്ത്യക്ക് എങ്ങനെ ഇത് വലിയ ആശ്വാസമാകും എന്നതാണ്. ഇന്ത്യയിലേക്ക് എത്തുന്ന എണ്ണയുടെ 40% ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ സാധ്യമല്ല. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ കടന്നുപോയാൽ കത്തിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. നിലവിൽ 25 മുതൽ 30 ദിവസം വരെയുള്ള കരുതൽ ശേഖരം മാത്രമാണ് എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഉള്ളത്. സ്വാഭാവികമായും അതിനപ്പുറത്തേക്ക് എന്ത് എന്ന ചോദ്യചിഹ്നം വലിയ തോതിൽ ഉയർന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യ അമേരിക്കയോട് ഇത്തരത്തിൽ ഒരു ഇളവ് ആവശ്യപ്പെട്ടത്. അത് കണക്കിലെടുത്താണ് അമേരിക്ക 30 ദിവസത്തേക്കുള്ള താൽക്കാലിക ലൈസൻസ് അനുവദിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തിയതും. നിലവിൽ യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഏതാണ്ട് 5% താഴെയായിരുന്നു. എന്നാൽ 2024 ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഇത് കുതിച്ചുയർന്നു. ഏതാണ്ട് 42%-ഓളമാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്ത എണ്ണയുടെ അളവ്. പിന്നീടാണ് 2025-ൽ യുദ്ധത്തിന് പ്രധാന കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഈ എണ്ണ വാങ്ങുന്നതാണ് എന്നതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കിയത്. ആ ഘട്ടത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഇളവ് താൽക്കാലിക ആശ്വാസമാണ്. അന്ന് പക്ഷേ വാങ്ങിച്ച ഡിസ്കൗണ്ട് റേറ്റിലല്ല ഇത്തവണ എണ്ണ ലഭിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. $4 മുതൽ $5 വരെ ബാരലിന് കൂടിയ തുകയ്ക്കാണ് വാങ്ങുന്നത്. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ലാഭമല്ല. അതിനും അപ്പുറത്തേക്ക് നിലവിലെ യുദ്ധ സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധി, ആ പ്രതിസന്ധി നേരിടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത്. എന്തായാലും 95 ലക്ഷം ബാരൽ എണ്ണ വിവിധ റഷ്യൻ എണ്ണ ടാങ്കറുകളിലായി ഇന്ത്യൻ സമുദ്രതീരത്തും അതോടൊപ്പം തന്നെ സിംഗപ്പൂർ കടലിടുക്കിലുമൊക്കെ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നതായി റഷ്യ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന്, ഈ എണ്ണ വ്യാപാരത്തിന് തടസ്സങ്ങളില്ല എന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് US-ന്റെ ഈ തീരുമാനം നിർണായകമാകുന്നത്. എന്തായാലും വലിയ തോതിൽ ഉള്ള ഒരു പ്രതിസന്ധി, ഒരുപക്ഷെ ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടാവുന്ന ഒരു സാഹചര്യത്തിന് ഒരു പരിധിവരെ എങ്കിലും ആശ്വാസമാണ് അമേരിക്കയുടെ ഈ താൽക്കാലിക ലൈസൻസ് അനുവദിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ പ്രത്യേക ഇളവ്. ഉറപ്പായിട്ടും ഇന്ത്യക്ക് ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. VR കാർത്തിക്കാണ് ചേർന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. തിരികെ എത്താൻ വേണ്ടി വിലക്ക് ശേഷം മധ്യേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രയേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ അതിന്റെ പ്രകമ്പനം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളിൽ പ്രതിഫലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം വരവും ഇറാനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കർശനമായ നിലപാടുകളും പ്രതികാരം എന്ന പ്രഖ്യാപനവും ആഗോള വിപണികളെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചുകളഞ്ഞു. 2026 മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ ആഗോള വിപണി സാക്ഷ്യം വഹിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയ്ക്കും വിലക്കയറ്റത്തിനുമാണ്. ഓഹരി വിപണികളിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ ഇന്ധനവിലയും സ്വർണ്ണവിലയും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിൽ കുതിച്ചുയരുകയാണ്. ഈ പ്രതിസന്ധിയുടെ പ്രഭവ കേന്ദ്രം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കാണ്.
ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ആഗോള ഊർജ്ജ വിപണിയെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം മൂർച്ഛിച്ചതോടെ കപ്പൽ നീക്കം തടസ്സപ്പെടുമെന്ന ഭയം ക്രൂഡ് ഓയിൽ വിലയെ ഒറ്റയടിക്ക് 12% ഉയർത്തി. ബ്രന്റ് ക്രൂഡ് ബാരലിന് $82 മുകളിലെത്തിയത് 2025 ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. 1970കളിലെ ഇസ്ലാമിക വിപ്ലവ കാലത്ത് ഇന്ധനവിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തിന് സമാനമായ ഒരു സാഹചര്യം ഉടലെടുക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഭയപ്പെടുന്നത്. എണ്ണവില $100 കടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത സാമ്പത്തിക വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഇരട്ട പ്രഹരമാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് എണ്ണവിലയിലുണ്ടാകുന്ന ഓരോ ഡോളറിന്റെ വർധനവും ശതകോടികളുടെ അധിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ബാരലിന് $10 വർദ്ധിക്കുമ്പോൾ ഇന്ത്യയുടെ വാർഷിക അധിക ബാധ്യത 10,000 കോടി രൂപ കവിയും. ഇത് രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർധനവിന് കാരണമാവുക മാത്രമല്ല, ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും നയിക്കും. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പാടുപെടുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കടുത്ത വെല്ലുവിളിയാണ്. കൂടാതെ ലോകത്തെ പ്രമുഖ LNG ഉൽപ്പാദകരായ ഖത്തറിൽ നിന്നുള്ള കയറ്റുമതി ഹോർമൂസ് വഴി തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഈ യുദ്ധഭീതി വലിയൊരു തകർച്ചയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. വ്യാപാരം ആരംഭിച്ച ആദ്യ മിനിറ്റുകളിൽ തന്നെ നിക്ഷേപകർക്ക് 7 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. സെൻസെക്സ് 1000-ലധികം പോയിന്റുകൾ ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 24,900 എന്ന നിർണായക നിലവാരത്തിലേക്ക് താഴ്ന്നുപോയി. സാധാരണഗതിയിൽ മാർച്ച് മാസങ്ങൾ ഇന്ത്യൻ വിപണിക്ക് നേട്ടങ്ങളുടേതാകാമെങ്കിലും ഇത്തവണ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് നിക്ഷേപകർ. വാഹന നിർമ്മാണ മേഖല, ഓയിൽ ആൻഡ് ഗ്യാസ്, IT, വ്യോമയാന മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വിൽപ്പനാ സമ്മർദ്ദം നേരിടുന്നു. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 91.25 എന്ന ചരിത്രപരമായ താഴ്ചയിലേക്ക് പതിച്ചത് ഇറക്കുമതി ചെലവ് അസമിൽ തകർന്നു വീണ സുഖോയ് യുദ്ധവിമാനത്തിൽ ഉണ്ടായിരുന്ന 2 പൈലറ്റുമാർക്ക് മരണം സംഭവിച്ചു എന്നുള്ള സ്ഥിരീകരണം വരികയാണ്. ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നത്. ലഫ്റ്റനന്റ് പർവേഷ് ദുരാക്കർ ഒപ്പം സ്ക്വാഡ്രൺ ലീഡർ അനുജ് എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് എന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. അസമിലെ ഖർബി ആംഗ്ലോങ് ജില്ലയിലാണ് ഈ വിമാനം തകർന്നത് എന്നും വിവരമുണ്ട്. രാകേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. രാകേഷ്, എന്താണ് വ്യോമസേന വ്യക്തമാക്കുന്നത്? എന്താണ് സംഭവിച്ചത്? എൽദോ, ദുഃഖകരമായ വാർത്തയാണ്. 2 പൈലറ്റുമാരും മരിച്ചു. ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ വ്യോമസേന സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ വ്യോമസേന ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. സ്ക്വാഡ്രൺ ലീഡർ അനൂജ്, ഒപ്പം തന്നെ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ് ദുരാക്കർ എന്നീ 2 പേരാണ് പൈലറ്റുമാരായി വിമാനത്തിലുണ്ടായിരുന്നത്. ഇവർ 2 പേരും മരിച്ചു എന്ന സ്ഥിരീകരണം ഇപ്പോൾ വ്യോമസേന തന്നെ നൽകുകയാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന ട്വീറ്റാണ് ഇപ്പോൾ വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി വന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് ഈ വിമാനം അസമിലെ ജോർഹാട്ടിൽ നിന്ന് പറന്നു വരുന്നത്. വ്യോമസേന താവളത്തിൽ നിന്ന് പറന്നു വരുന്നത് പരിശീലന പറക്കലായിരുന്നു. ആ പരിശീലന പറക്കലാണ് ഇത്തരം വലിയൊരു അപകടത്തിൽ കലാശിക്കുകയും ചെയ്തത്. കാരണം പറന്നു ഉയരുന്നതിന് പിന്നാലെ തന്നെ വിമാനത്തിൻ്റെ ആയുള്ള ആശയവിനിമയം ഒക്കെ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ 7:42 ആണ് ഈ വിമാനവുമായി ആശയവിനിമയം ഉണ്ടായതെന്നാണ് വ്യോമസേന വ്യക്തമാക്കുകയും ചെയ്തത്. അതിനുശേഷം ജോർഹാട്ടിൽ നിന്ന് പറന്നു വരുന്ന ഏതാണ്ട് 60 കിലോമീറ്റർ പിന്നിടുമ്പോൾ തന്നെ ഈ അപകടം ഉണ്ടാവുകയും ചെയ്തു. ഒരു മലനിരകളിൽ ഈ വിമാനം തകർന്നു വീഴുകയായിരുന്നു. പ്രത്യേകിച്ച് അസമിലെ തന്നെ കർബി ആംഗ്ലോങ് ജില്ലയിലെ ഒരു നിരകളിൽ തകർന്നു വീണു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വ്യോമസേന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം രാത്രി 7 ഈ സംഭവം നടന്ന് തൊട്ട് പിന്നാലെ തന്നെ അത്തരം വിവരങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഒറ്റപ്പെട്ട മേഖലയാണ്, മലഞ്ചെരിവാണ്, ആ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താൻ കാലതാമസം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നാട്ടുകാരാണ് ആദ്യം ഈ വിവരം നൽകുന്നത്. കാരണം വലിയ ശബ്ദം കേട്ടു, സ്ഫോടന സമാനമായ ഒരു ശബ്ദം കേട്ടു എന്നാണ് ആദ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം പ്രചരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ പുലർച്ചയോടുകൂടിയാണ് ഈ പ്രദേശത്ത് തന്നെയാണ് അപകടം നടന്ന സ്ഥിരീകരണം വ്യോമസേനയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തുടർന്നാണ് പ്രദേശവാസികളും ഒപ്പം തന്നെ വ്യോമസേനയുടെ തന്നെ ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തെത്തുകയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ അല്പം മുമ്പാണ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം വ്യോമസേനയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ അപകടത്തിൽ 2 പൈലറ്റുമാർക്കും ജീവൻ നഷ്ടപ്പെട്ടെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ ഏതായാലും വ്യോമസേന നൽകിയിട്ടുള്ളത്. 2 പൈലറ്റുമാർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നുള്ള വിവരം വ്യോമസേന സ്ഥിരീകരിക്കുന്നു. സുഖോയ് വിമാനം തകർന്നു. അതിന്റെ ബന്ധം ഇന്നലെ 7:42 നഷ്ടമായത്
റിപ്പോർട്ടുകൾ വന്നതാണ്. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത സ്ഥിരീകരണം ഇപ്പോൾ വ്യോമസേന നൽകുകയാണ്. അതിൽ ഉണ്ടായിരുന്ന സ്ക്വാഡ്രൺ ലീഡർ അനൂജ് ഒപ്പം ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ് ദുരാക്കർ, ഈ 2 പൈലറ്റുമാരാണ് അവിടെ ജീവൻ നഷ്ടമായ സാഹചര്യമുള്ളത്. പൂർണ്ണമായിട്ടും വ്യോമസേന അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ട്വീറ്റാണ് ഇപ്പോൾ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ എക്സ് പേജിൽ വന്നിരിക്കുന്നത്. സുഖോയ് വിമാനം തകർന്ന് 2 പൈലറ്റുമാർക്ക് അന്ത്യം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും പുതിയ ഗവർണർമാർ. CV ആനന്ദബോസിന് പകരം തമിഴ്നാട് ഗവർണർ RN രവിയെ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിച്ചു. കേരള ഗവർണർ വിശ്വനാഥ് അർലേക്കർക്കാണ് തമിഴ്നാടിന്റെ അധിക ചുമതല. ആരിഫ് മുഹമ്മദ് ഖാന് പകരം ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് ഹസ്നൈനാണ് ബീഹാറിന്റെ പുതിയ ഗവർണർ. രാകേഷ് ഒരിക്കൽ കൂടി ചേരും. രാകേഷ്, ഈ ഗവർണർമാരുടെ ഈ മാറ്റം, അതിന്റെ സാഹചര്യം എന്താണ്? എന്തോ പല സംസ്ഥാനങ്ങളിലും ഇത്തരം മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെ മാറ്റിയതാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് പശ്ചിമ ബംഗാളിൽ. അവിടെ തൊട്ട് പടിവാതിൽക്ക് എത്തി നിൽക്കുക ഇത്തരമൊരു മാറ്റമാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. ആനന്ദബോസിനെ മാറ്റിയത് മാത്രമല്ല ചർച്ചകൾക്ക് ഇടയാക്കുന്നത്, പകരം ഗവർണറുമായി സർക്കാരുമായി നിരന്തരം കൊമ്പുകോർക്കുന്ന തമിഴ്നാട് ഗവർണർ RN രവിയാണ് ബംഗാളിലേക്ക് ചുമതലപ്പെടുത്തിയതെന്നാണ് ഈ ചർച്ചകൾക്ക് വലിയ ഇട നൽകിയിട്ടുള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്നലെ ഡൽഹിയിലായിരുന്നു CV ആനന്ദബോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഈ അപ്രതീക്ഷിത മാറ്റം അത് ഏതെങ്കിലും സമ്മർദ്ദം കൊണ്ടാണെന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദമാണ് അദ്ദേഹം വിടവാങ്ങാൻ കാരണമെന്ന ആരോപണം മമതാ ബാനർജി ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസും ചില ചോദ്യങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. നേരത്തെ ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി ആവുന്നത് തൊട്ടു മുമ്പ് ബംഗാളിൻ്റെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് പൊടുന്നനെ പിന്മാറേണ്ടി വന്നു. തൊട്ട് പിന്നാലെ ഇപ്പോൾ ഗവർണറായ CV ആനന്ദബോസിനും അതേ നില വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന ചോദ്യമൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഏതായാലും CV ആനന്ദബോസ് സർക്കാരുമായി അത്ര നല്ല ബന്ധമായിരുന്നില്ല. പക്ഷേ BJP ഏതായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു നീക്കം നടത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന അല്ലെങ്കിൽ അത്തരം ആരോപണം തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ RN രവി പലപ്പോഴും സ്റ്റാലിൻ സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ബജറ്റ് അവതരണത്തിൽ പോലും ബഹിഷ്കരിച്ച രീതിയൊക്കെ തന്നെ RN രവിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ ബംഗാൾ ഏത് വിധേനയും പിടിക്കുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയെ RN രവിയെ അങ്ങോട്ട് ചുമതലപ്പെടുത്തുന്ന ചില നീക്കങ്ങൾ ലക്ഷ്യമിട്ടതാണെന്ന ആരോപണമാണ് പ്രതിപക്ഷമൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. ഏതായാലും CV ആനന്ദബോസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കാലാവധി ഇനിയും ബാക്കിയുണ്ട്. 3.5 വർഷം മാത്രമേ അദ്ദേഹം ഗവർണർ പദവിയിൽ ആയിട്ടുള്ളൂ. 2022 നവംബറിലാണ് അദ്ദേഹം ഗവർണറായി പശ്ചിമ ബംഗാൾ ഗവർണറായി ചുമതലയേൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വിശദീകരണം ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരികയും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ അടക്കമുള്ള കക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം തന്നെയാണ് ഇത്തരത്തിലുള്ള രാജിക്ക് കാരണമെന്ന ആരോപണം ആവർത്തിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും സമാനമായ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള ഗവർണർക്കാണ് ഇപ്പോൾ ഏതായാലും തമിഴ്നാടിൻ്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. ഇതുൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഡൽഹിയിൽ അടക്കം പലയിടങ്ങളിലും ഇപ്പോൾ വലിയ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എൽദോ. ശരി, രാകേഷ്. വയനാട് മറ്റൊരു വാർത്തകളിലേക്ക്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് കാസർഗോഡ് നാൽത്തടുക്കയിൽ ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യമുയരുന്നു. 2 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിവിധ വനിതാ സംഘടനകൾ. പോലീസിന്റെ അനാസ്ഥയാണ് ജസീലയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കാസർഗോഡ് നഗരസഭാ അധ്യക്ഷ ഷാഹിന സലീം ന്യൂസ് 18നോട് പറഞ്ഞു. കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജുവൈലയും പറഞ്ഞു. ജസീല ജീവനൊടുക്കിയിട്ട് 2 ആഴ്ചയാകുന്നു. അന്വേഷണം എങ്ങുമെത്താത്ത അവസ്ഥയാണ്. ഏതായാലും നമ്മോടൊപ്പം വനിതാ ലീഗ് നേതാവും കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സണുമായ ഷാഹിന സലീം ചേരുന്നു. ഈ അന്വേഷണം ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്? വലിയ രീതിയിലുള്ള കുറ്റമാണ് നടത്തിയിട്ടുള്ളത്. ജസീല
നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2 പിഞ്ചു മക്കളുടെ ഒരു ഉമ്മയാണ്. സമൂഹത്തിൻ്റെ മുമ്പിൽ നാണക്കേട് സഹിച്ചുകൊണ്ടാണ് അവരിങ്ങനെയൊരു ഇതിന് വിധേയമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. പോലീസിൻ്റെ അനാസ്ഥയാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേക സംഘത്തെ നിയമിച്ചുകൊണ്ട് കുറ്റവാളികളെ എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഊർജിതമായിട്ടുള്ള അന്വേഷണം. ഇനിയും ഒരു ജസീല നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനെ തന്നെ നിയമിച്ചിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. നിലവിലൊരു അന്വേഷണം, അതായത് ഒരു പോലീസ് സ്റ്റേഷനെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചാൽ അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? നിലവിലൊരു അന്വേഷണത്തെക്കുറിച്ച് എങ്ങനെയാണ്? നിലവിലുള്ള അന്വേഷണം ഊർജിതമായിട്ട് മുന്നോട്ട് പോകാത്തൊരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. കുടുംബം തന്നെ ആരോപിക്കുന്നത് ആ രീതിയിലാണ്. അപ്പോൾ പോലീസിൻ്റെ അനാസ്ഥ ഒരുപാടുണ്ട്. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഒരു പ്രത്യേക സംഘത്തിനെ തന്നെ നിയമിച്ചുകൊണ്ട് ഊർജിതമായിട്ടുള്ള അന്വേഷണം ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത്. നമ്മോടൊപ്പം വനിതാ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജുവൈല തന്നെ ചേരുന്നു. ഇപ്പോൾ എന്താണ് ഈ ഒരു 14 ദിവസം കഴിഞ്ഞിരിക്കുന്നു, 15 ദിവസമായിരുന്നു, എന്താണ് ഇനി നിങ്ങൾ അടുത്ത നടപടിയിലേക്ക് പോകുന്നത്? അടുത്ത നടപടിയിലേക്ക് പോകുന്നത്, ഇതുവരെയും ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും നല്ല ശരിയായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ആദൂർ പോലീസ് സ്റ്റേഷനിലായെങ്കിലും വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലായെങ്കിലും ഇതുവരെയും വ്യക്തമായ ഒരു മറുപടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ മുഖ്യമന്ത്രിക്കും DGPക്കും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നു. ഉന്നതതല അന്വേഷണം ആവശ്യപ്പെടുന്നു. ഇത് ഒരു പോലീസ് സ്റ്റേഷനെതിരെയും ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. ആദൂർ പോലീസ് സ്റ്റേഷൻ, മറ്റൊരു വിദ്യാനഗർ പോലീസ് സ്റ്റേഷനാണ് ഇത് അന്വേഷിക്കുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? ഒരു പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പോലീസ് സ്റ്റേഷൻ്റെ സംഭവം, ഇതിൽ ഒരു പ്രത്യേക സംഘം വേണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായും പ്രത്യേക സംഘം അന്വേഷിക്കണം. ആദൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ പോയിരുന്നു. വനിതാ പോലീസിൻ്റെ സാന്നിധ്യമില്ലാതെയാണ് ആ കുട്ടീനെ 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. അത് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ പറഞ്ഞ് വനിതാ പോലീസിൻ്റെ ആവശ്യമില്ല, അത് വേറെ റേപ്പ് കേസെങ്കിലേ അത് ആവശ്യമുള്ളൂ എന്ന് പറയുന്നു. പിന്നീട് ആ കുട്ടി റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ അവർ സ്വീകരിച്ചില്ല. റിട്ടേൺ കംപ്ലയിൻറ്റ് ആവശ്യമില്ല തിരിച്ചയച്ച്. അതിൽ മനം നൊന്നാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഇതുവരെയായിട്ട് ആ ആരോപണ വിധേയനായ യുവാവിനെയോ അവൻ്റെ മാതാപിതാക്കളെയോ ഭർത്താവിനെയോ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല. അവർ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ 9.5 പവൻ സ്വർണം ഉണ്ടായത്, പിന്നീട് 5.5 പവൻ സ്വർണം അവിടെ നിന്ന് ആയിന്ന് പോലീസ് പറഞ്ഞിന്. അതിനെ എന്തുകൊണ്ട് അവർ അന്വേഷിച്ചിട്ട് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താത്തത്, അതിന് പിന്നിൽ ആരാണ് എന്ന് നമുക്ക് അറിയണം. ഇനിയിപ്പോൾ ഒരു അന്വേഷണം നടത്തുന്നില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ പരാതി നൽകിയിട്ട് ഇതിങ്ങനെ തന്നെ പോകുന്നെങ്കിൽ എന്താണ് ഭാവി പരിപാടി? ഭാവി പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൻ്റെ ശരിയായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ നോമ്പ് നോക്കിയിട്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഒരു തെളിവ് പോലും ഇല്ലാത്ത കേസുകളിൽ പോലും വളരെ മികവാർന്ന അന്വേഷണം നടത്തുന്ന ഒരു സംഘമാണ് കേരള പോലീസ്. പക്ഷേ ഈ ജസീലയുടെ കേസിൽ 1 ഇഞ്ച് പോലും അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നൊരാവശ്യമാണ് ഇപ്പോൾ ഉയരുന്നതും. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. വയനാട് തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാവിലെ 11 മണിക്ക് മലപ്പുഴ പദ്ധതി പ്രദേശത്താണ് ചടങ്ങ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പ്രവേശനം പാസ് മുഖേന നിയന്ത്രിച്ചിട്ടുണ്ട്. ആനക്കാംപൊയിൽ, കള്ളാടി, മേപ്പാടി തുരങ്കപാത ഇന്ത്യയിലെ ദൈർഘ്യമേറിയ 2ാമത്തെ ട്വിൻ ട്യൂബ് ടണലാണ്. താമരശ്ശേരി ചുരം കയറാതെ വയനാട്ടിലെത്താമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. MS അനീഷ് കുമാർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, വളരെ പ്രത്യേകതയുള്ള, വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു തുരങ്കപാതയാണ്. 11 മണിക്കാണ് ഉദ്ഘാടനം മനസ്സിലാക്കുന്നു. അവിടത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് അനീഷ്? എൽദോ, മലബാറിൻ്റെ വികസന രംഗത്ത് ഏറ്റവും വലിയ കുതിപ്പ് സൃഷ്ടിക്കുന്ന ഒരു തുരങ്കപാതയാണ്, അല്ലെങ്കിൽ വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു വലിയ വാതായനം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കേരളത്തെയും കർണാടകത്തെയും തമ്മിൽ കൂടുതൽ ചേർത്ത് നിർത്തുന്നു എന്നടക്കം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ടണലാണ്. നമുക്ക് കാണാം, ഒരു വിസ്തൃതമായ ഭൂപ്രദേശം ഇതിനായി തയ്യാറെടുത്ത് നിൽക്കുന്നു. 4 വരിയാണ് ഈ തുരങ്കപാത ആയി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ ഭൂപ്രദേശമാകെ കൃത്യമായ ഒരു തുരങ്കത്തിന് സജ്ജമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പാരിസ്ഥിതിക അനുമതി അടക്കം ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് ഇതിലേക്ക് നീങ്ങുകയും ചെയ്ത്. നമുക്കൊപ്പം ശ്രീ KP പുരുഷോത്തമനുണ്ട്. സാർ, താങ്കൾ ഒരുപാട് വലിയ പ്രോജക്റ്റുകൾ ചെയ്ത ഒരു ആൾ കൂടിയാണ്.
ഇവിടെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ടണലിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? എത്ര അനുകൂലമാണ് ഇവിടുത്തെ ഘടകങ്ങൾ? അതെ, തീർച്ചയായിട്ടും ഞാൻ ടണലുകൾ ചെയ്തിരുന്നത് ഹിമാലയൻ റീജിയനിലായിരുന്നു. ഹിമാലയൻ റീജിയൻ എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള ഒരു ജിയോളജി ഉള്ള സ്ഥലമാണ്. ടണലിനെ സംബന്ധിച്ചിടത്തോളം വീക്ക് ജിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സോയിൽ ഒരു ഘടന, പാറയുടെ ഘടന വളരെ വീക്ക്, അതായത് സോയിൽ എൻകൗണ്ടർ ചെയ്യുന്നു. അതിന് പുറമെ അതിൻ്റെ കൂടെ വെള്ളവും അത് ചാർജ് ചെയ്ത് വരികയാണെങ്കിൽ ടണലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ജിയോ ഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെയുള്ള റോക്കിൻ്റെ ഘടന ചാർണോക്കേറ്റ് എന്ന് പറയുന്ന റോക്കാണ്. അത് വളരെ നല്ല ഉറപ്പുള്ള ഒരു റോക്കാണ്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ടണലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴാണ് ഒരു ജിയോളജിക്കൽ ഒരു സർപ്രൈസ് വരുന്നത് നമുക്ക് തീർച്ചയായിട്ട് വളരെ മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, വർക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാറുള്ളൂ. ഈ ഒരു ഓസ്ട്രിയൻ ടെക്നോളജി അല്ലേ, ഏതാണ്, എങ്ങനെയാണ് ആ ഒരു തുരങ്കം നിർമ്മിക്കുന്ന ഒരു? അതെ, ഇന്ന് ന്യൂ ഓസ്ട്രിയൻ ടെക്നോളജി മുഖാന്തരമാണ് നമ്മൾ ഈ ടണലിംഗ് ചെയ്യുന്നത്. അത് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടണലിൽ, ചില ടണലുകളിൽ നമ്മുടെ സോയിൽ കണ്ടീഷൻ വേരിയിങ് സോയിൽ, അതായത് മാറി മാറിയുള്ള സോയിൽ കണ്ടീഷൻ ആയിരിക്കും. ചില സ്ഥലത്ത് വളരെ വീക്ക് സോയിൽ ആയിരിക്കും, ചിലപ്പോൾ ഹാർഡ് റോക്ക് ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തഡോളജി. അല്ല എന്നുണ്ടെങ്കിലും ഈ മെത്തഡോളജി ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഫിലോസഫി. ഇതിൻ്റെ ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന പെരിഫറി, എക്സ്പോസ്ഡ് പെരിഫറി, അതിനെ തന്നെ നമ്മൾ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് മാറ്റുകയാണ്. അതിന് ഷോർട്ട്ക്രീറ്റ് ചെയ്യുന്നു, അതിന് റോക്ക് ബോൾട്ട് ചെയ്യുന്നു, അത് തന്നെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. അങ്ങനെ അത് സപ്പോർട്ടിംഗ് സിസ്റ്റം, അതിനുശേഷം ആണ് നമ്മൾ അടുത്ത സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മളൊരു കോൺക്രീറ്റ് ലൈനിങ് കൂടെ ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം. അതാണ് ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തഡോളജി. എന്തായാലും അങ്ങേയറ്റം സുരക്ഷിതമായ രീതിയിൽ ഏറ്റവും അനുകൂലമായ ഘടകങ്ങളാണ് ഹിമാലയത്തിൽ അടക്കം അടൽ ടണലൊക്കെ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണ് ശ്രീ KP പുരുഷോത്തമൻ. അദ്ദേഹം തന്നെ പറയുന്നു, ഹിമാലയത്തിനേക്കാൾ സുരക്ഷിതമായ രീതിയിലുള്ളൊരു ടണൽ നിർമ്മാണമാണ് ഇപ്പോൾ വയനാടിന് വേണ്ടി നടക്കാൻ പോവുക. അത് അങ്ങേയറ്റം സുരക്ഷിതമാണ്. ഒപ്പം ഈ യാത്രാ രംഗത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദ്ധതിയായി തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. പ്രത്യേക സുരക്ഷാ സന്നാഹങ്ങളൊക്കെ വെച്ചാണ് ആളുകൾ ഈ ഒരു ടണൽ സൈറ്റിലേക്ക് പോകുന്നത്. അവിടെയാണ് ആദ്യ സ്ഫോടനം നടക്കാൻ പോകുന്നത്. 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ നടപടിക്രമം ഉദ്ഘാടനം ചെയ്യുന്നത്. വയനാട് ജില്ലയിലാണ് ഇതിന്റെ അടുത്ത ഭാഗം. ഈ കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ സ്വർഗംകുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും കള്ളാടി ഭാഗത്തേക്കാണ് ഈ തുരങ്കം പോകുന്നത്. അവിടെ കൂടുതൽ മണ്ണും മറ്റുമൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ പിന്നീടാണ് നടക്കുകയും ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ ഒരു ഏജൻസിയായ, അല്ലെങ്കിൽ കൊങ്കൺ റെയിൽപാതയൊക്കെ ഏറ്റവും സുഭദ്രമായി കിലോമീറ്ററുകളോളം നീളുന്ന കൊങ്കൺ റെയിൽപാത നിർമ്മിച്ച കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഈ വലിയ പദ്ധതിയുടെ നിർമ്മാണ ചുമതല നടക്കുന്നത്. എന്തായാലും വിപുലമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. 8.73 കിലോമീറ്റർ ദൂരമാണ് ഈ തുരങ്കപാത. 2134.5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഇതുവരെയുള്ള പദ്ധതികളിൽ ഏറ്റവും ബൃഹത്തായ ഒരു തുരങ്കപാത പദ്ധതി കൂടിയാണ് ഇത്. എൽദോ, ബൃഹത്തായിട്ടുള്ള തുരങ്കപാത പദ്ധതിക്ക് അവിടെ നാന്ദി കുറിക്കുകയാണ്. MS അനീഷ് കുമാറാണ് ചേർന്നത് വിവരങ്ങളുമായി. 9 മണി വാർത്ത വരെ സമയം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.